ഹായ് ഓൾ, എസ്യൂർ എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തേർഡ് മോഡ്യൂളായ SEO ആൻഡ് SEM എസെൻഷ്യൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. SEO മീൻസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEM എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഇത് രണ്ടും എന്താണ്, ഇതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ SEO എന്താണെന്ന് നോക്കാം. SEO means search engine optimization. It is the process of improving a website's visibility on search engine results pages. That is, നമ്മൾ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിലൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പം ആ പ്രൊഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആദ്യം കാണിക്കാൻ വേണ്ടിയിട്ട്, നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഷൂ ആണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷൂവിനെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ കമ്പനികളുടെ ഷൂസിൻ്റെ ലിസ്റ്റ് നമുക്ക് വരും. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ ആ പ്രൊഡക്റ്റിൻ്റെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എയിം ഈസ് ടു ഇൻക്രീസ് ഓർഗാനിക്, ദാറ്റ് മീൻസ് അൺപെയ്ഡ് ട്രാഫിക്, ബൈ മേക്കിംഗ് വെബ്സൈറ്റ് മോർ റെലവൻറ്റ് ആൻഡ് ആക്സസബിൾ ടു യൂസേഴ്സ് ആൻഡ് സെർച്ച് എഞ്ചിൻസ്. ദാറ്റ് ഈസ്, ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരെ ആ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൻ അൺപെയ്ഡ് മെത്തേഡ്. ഇത് പേയ്മെൻറ്റോട് കൂടെ ചെയ്യുന്ന മെത്തേഡല്ല, അല്ലെങ്കിൽ ഇപ്പം സെർച്ച് എഞ്ചിൻ ഇപ്പോൾ ഗൂഗിളിനാണെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ട് ചെയ്യുന്ന മെത്തേഡല്ല, അല്ലാതെ അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് SEO ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്ത് റോളാണ് ഉള്ളത്? സോ ഫസ്റ്റ് വൺ ആണ് ബ്രിങ് ഓർഗാനിക് ട്രാഫിക്. ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുക. ഇംപ്രൂവ്സ് ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക. എൻഹാൻസസ് യൂസർ എക്സ്പീരിയൻസസ് ഇംപ്രൂവ് ചെയ്യുക. ഇൻക്രീസ് വെബ്സൈറ്റ് റാങ്കിങ് ഓൺ ഗൂഗിളിൽ വെബ്സൈറ്റിന് റാങ്കിങ് ഇൻക്രീസ് ചെയ്യുക. ദെൻ ഹെൽപ്സ് റീച്ച് ദ റൈറ്റ് ഓഡിയൻസ് അറ്റ് ദ റൈറ്റ് ടൈം. പ്രൊവൈഡ്സ് ലോങ് ടേം ബെനിഫിറ്റ്സ് അൺലൈക്ക് പെയ്ഡ് ആഡ്സ്. പെയ്ഡ് ആഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്തുണ്ടാക്കുന്ന ആഡ്സ് പെട്ടെന്നുള്ള ഒരു റിസൾട്ടായിരിക്കും കിട്ടുക. എന്നാൽ ലോങ് ടേം റിസൾട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ദെൻ ബൂസ്റ്റ് ലീഡ് ജനറേഷൻ ആൻഡ് കൺവേർഷൻസ്. ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ SEOയുടെ റോൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് SEO ആണ്. ടൈപ്സ് ഓഫ് SEO മെയിനായിട്ടും ഓൺ പേജ്, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO എന്നുണ്ട്. ഇതെന്തൊക്കെയാണ് നമ്മളിനി ഡിസ്ക്രൈബ് ചെയ്യും. നമുക്ക് പഠിക്കാനുള്ളത് ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് SEO സിലബസിൽ പറയുന്നുണ്ട്. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്താണ് ഓൺ പേജ് SEO ആൻഡ് ഓഫ് പേജ് SEO. സോ ഫസ്റ്റ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ refers to all the SEO techniques used inside the website to improve its search rankings and visibility on search engines like Google. അതായത് ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ആ അവരുടെ പേജിൻ്റെ മാത്രം, പേജസിൽ വരുത്തുന്ന ചേഞ്ചസ്, പേജസിൻ്റെ എന്താ പറയുക, കൂടുതൽ ആൾക്കാരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന മാറ്റങ്ങളെയാണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ വരുത്തുന്ന SEO ടെക്നിക്സിനെയാണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ബോത്ത് യൂസേഴ്സ് ആൻഡ് സെർച്ച് എഞ്ചിൻ സ്ക്രോളേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ വെബ്സൈറ്റ് കോണ്ടൻറ്റ് ഈസിലി. എന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവർ, അവർക്ക് വെബ്സൈറ്റിലെ കോണ്ടൻറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇംപ്രൂവ്സ് വെബ്സൈറ്റ് റാങ്കിങ് ഓൺ ഗൂഗിൾ, ഇൻക്രീസസ് ഓർഗാനിക് ട്രാഫിക്, enhances user experiences, helps Google understand page content, boost visibility and conversions. ഇതൊക്കെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയാം. ദെൻ അനദർ വൺ ആണ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ refers to all the SEO activities performed outside the website to improve its authority, trustworthiness and ranking on search engines. ആ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലല്ലാതെ പുറത്ത് ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി, വെബ്സൈറ്റിൻ്റെ റെപ്യൂട്ടേഷൻ കൂട്ടാൻ, പോപ്പുലാരിറ്റി കൂട്ടാൻ, ക്രെഡിബിലിറ്റി കൂട്ടാൻ, ത്രൂ എക്സ്റ്റേണൽ സിഗ്നൽസ്, ദാറ്റ് ഈസ് നമ്മളല്ലാത്ത ആഡുകളിലൂടെയും അല്ലെങ്കിൽ മറ്റു പല ഇമെയിൽ മാർക്കറ്റിങ്ങിലൂടെയും അങ്ങനെ പല രീതിയിലൂടെ
ആ ഒരു വെബ്സൈറ്റിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനാണ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സോ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ വരുത്തുന്ന മാറ്റങ്ങളും വെബ്സൈറ്റിൻ്റെ പുറത്ത് വരുത്തുന്ന മാറ്റങ്ങളെയാണ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. Then it builds website authority, improves search engine ranking, increases trust and credibility, brings referral and organic traffic, helps Google understand the popularity of the website. ഇതൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ഇനി അടുത്തതാണ് SEM. SEO പോലെ തന്നെ അനദർ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് SEM, ദാറ്റ് ഈസ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് പെയ്ഡ് അഡ്വർടൈസിങ് ഓൺ സെർച്ച് എഞ്ചിൻസ്. ദാറ്റ് ഈസ് നമ്മൾ SEO എന്ന് പറയുന്നത് അൺപെയ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ദാറ്റ് ഈസ് ഒരു സെർച്ച് എഞ്ചിന് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ SEM എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് സെർച്ച് എഞ്ചിൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പെയ്ഡ് സ്ട്രാറ്റജി അൺലൈക്ക് SEO വിച്ച് ഈസ് ഓർഗാനിക്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് ആൾക്കാർ വരുന്നതാണ്. എന്നാൽ SEM എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ട് ആൾക്കാരെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുന്നതാണ്. SEM ഈസ് ഓൾസോ നോൺ ആസ് പെയ്ഡ് സെർച്ച് മാർക്കറ്റിംഗ്, പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ്, സെർച്ച് ആഡ്സ്, ഇങ്ങനെയൊക്കെ SEM അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് SEMൻ്റെയും SEOയുടെയും സിമിലാരിറ്റീസ് നോക്കാം. രണ്ടും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ബോത്ത് ഇൻക്രീസ് വിസിബിലിറ്റി, ബോത്ത് വെബ്സൈറ്റ് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോത്ത് യൂസ് കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് രണ്ടും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ ബോത്ത് എയിം ഫോർ ഹയർ ട്രാഫിക്, കൂടുതൽ ആൾക്കാരെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടിൻ്റെ ഉദ്ദേശം. ദെൻ ബോത്ത് അപ്പിയർ ഓൺ സെർച്ച് റിസൾട്ട്സ്, നമ്മൾ സെർച്ച് എഞ്ചിനിൽ സെർച്ച് റിസൾട്ട്സിലായിരിക്കും രണ്ടും അപ്പിയർ ചെയ്യുക. ഒന്ന് ആഡ് ആയിട്ടായിരിക്കും, ഒന്ന് പേജിൻ്റെ ലിങ്ക് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുക. സോ ഇതാണ് SEOയുടെയും SEMൻ്റെയും സിമിലാരിറ്റീസ് എന്ന് പറയാനായിട്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡിഫറൻസസ് ബിറ്റ്വീൻ SEO ആൻഡ് SEM. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. SEOയും SEM തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. SEO ഫോക്കസസ് ഓൺ ഓർഗാനിക് അല്ലെങ്കിൽ അൺപെയ്ഡ് ട്രാഫിക്. SEO നമ്മൾ നേരത്തെ പറഞ്ഞു അൺപെയ്ഡ് ആണ്, എന്നാൽ SEM പെയ്ഡ് ട്രാഫിക് ആണ്, പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നടത്തുക. SEO റിസൾട്ട്സ് ടേക്ക് ടൈം, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം പ്രോസസ്സാണ് SEO എന്ന് പറയുന്നത്. പക്ഷേ SEM ഷോർട്ട് ടൈം പ്രോസസ്സാണ്. ദെൻ SEOയിൽ നോ കോസ്റ്റ് പെർ ക്ലിക്ക്, ട്രാഫിക് ഈസ് ഫ്രീ. ഇപ്പോൾ SEOയുടെ കേസിൽ ഓരോ കസ്റ്റമേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ SEMൻ്റെ കേസിൽ പേപ്പർ ക്ലിക്കാണ്, അതായത് കസ്റ്റമേഴ്സ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പ്രാവശ്യം ആഡിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സെർച്ച് എഞ്ചിന് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ദെൻ SEO ഇംപ്രൂവ്സ് റാങ്കിങ് യൂസിങ് ഓൺ പേജ്, ഓഫ് പേജ് ആൻഡ് ടെക്നിക്കൽ SEO ടെക്നിക്സ്. സോ SEOയുടെ മെയിൻ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഓൺ പേജ്, ഓഫ് പേജ്, അതുപോലെ തന്നെ ടെക്നിക്കൽ SEO ടെക്നിക്സ് ആണ്. ദെൻ SEM ഇംപ്രൂവ്സ് വിസിബിലിറ്റി ത്രൂ പെയ്ഡ് സെർച്ച് ആഡ്സ്, ഗൂഗിൾ ആഡ്സ് പോലെയുള്ള പെയ്ഡ് ആയിട്ടുള്ള ആഡുകളിലൂടെയാണ് SEM വർക്ക് ചെയ്യുന്നത്. SEO ബിൽഡ്സ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഓവർ ടൈം. SEM പ്രൊവൈഡ്സ് ക്വിക്ക് വിസിബിലിറ്റി. SEM ഒരു സ്പോട്ടിലുണ്ടാകുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് SEM. പക്ഷേ SEO എന്ന് പറയുന്നത് അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അത് ട്രസ്റ്റ്, അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ SEO കോസ്റ്റ് എഫക്റ്റീവ് ഇൻ ലോങ് റൺ, ബട്ട് SEM കോസ്റ്റ് എഫക്റ്റീവ് അല്ല. ഇതിന് ഓരോ ആഡിനും കണ്ടിന്യൂസ് ആയിട്ട് ബഡ്ജറ്റ് വേണ്ടി വരും. ദെൻ SEO ബെസ്റ്റ് ഫോർ ലോങ് ടൈം ഗ്രോത്ത്, കമ്പനിയുടെ ലോങ് ടൈം ഗ്രോത്തിന് ബെസ്റ്റ് SEO ആണ്. ഷോർട്ട് ടൈം പ്രൊമോഷൻസിന് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് പ്രൊഡക്റ്റിലേക്ക് കസ്റ്റമേഴ്സിനെ എത്തിക്കാൻ വേണ്ടി SEM ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ദെൻ SEO അപ്പിയേഴ്സ് ബിലോ പെയ്ഡ് ആഡ്സ് ഓൺ സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ്. SEM അപ്പിയേഴ്സ് അറ്റ് ദ ടോപ്പ് ആസ് സ്പോൺസേഡ് ആഡ്സ്. അപ്പോൾ SEM സെർച്ച് എഞ്ചിനിൽ സ്പോൺസേഡ് ആഡ്സ് ആയിട്ടായിരിക്കും വരിക, എന്നാൽ SEOയിൽ കൊടുക്കുന്ന വെബ്സൈറ്റ്സ് അപ്പിയേഴ്സ് ബിലോ പെയ്ഡ് ആഡ്സ്. പെയ്ഡ് ആഡ്സിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ സ്പോൺസേഡ് ആഡ്സിൻ്റെ താഴെയായിട്ട് സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ് ആയിട്ടായിരിക്കും SEO യൂസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്സ് വരിക. സോ ദീസ് ആർ സം ഓഫ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ SEO ആൻഡ് SEM. ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്